ആരായിരുന്നു പരീശൻ? പഴയ നിയമത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവരെ കാണാൻ കഴിയത്തില്ല. മോശയുടെ സമയത്ത് കാണാൻ കഴിയില്ല, ദാവീദിൻ്റെ സമയത്ത് കാണാൻ കഴിയില്ല. എന്നാൽ നാടകീയമായി അവർ രംഗപ്രവേശനം ചെയ്യുകയാണ് പുതിയ നിയമത്തിലേക്ക്. യേശുക്രിസ്തു അവരെക്കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്, അവരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, അവരെ വിമർശിച്ചിട്ടുണ്ട്. ആരായിരുന്നു പരീശൻ? പരീശനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇസ്രയേലിൻ്റെ സാമൂഹ്യ സ്ഥിതിയെക്കുറിച്ചും അവരനുഭവിച്ച കഷ്ടപ്പാടിനെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കണം. ദാവീദിൻ്റെയൊക്കെ സമയത്തെ ഇസ്രയേലിൻ്റെ അവസ്ഥ വളരെ രാജകീയമായിരുന്നു, വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. എന്നാൽ ദാവീദിൻ്റെ മകനായ ശലോമോനിലൂടെ പരാജയം ഇസ്രയേലിലേക്ക് കയറുകയും അതിനുശേഷം പിന്നീട് വന്ന രാജാക്കന്മാർ പാപത്തിലേക്ക് കൂടുതൽ താല്പര്യമുള്ളവരായി പാപത്തിൻ്റെ പുറകെ പോകുന്നവരായിരുന്നു, പാപം ഇഷ്ടപ്പെടുന്നവരായിരുന്നു. അവർ നിരന്തരമായി പാപം ചെയ്ത് ദൈവത്തിൻ്റെ താല്പര്യങ്ങളിൽ നിന്നും വളരെ വിദൂരങ്ങളിലേക്ക് സഞ്ചരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശാപങ്ങളും പാപങ്ങളും ഒക്കെ വഹിച്ച് അതിൻ്റെ പരിണിതഫലമായിട്ട് അവരെ ബാബേലിലേക്ക് ബന്ദികളായിട്ട് കൊണ്ടുപോവുകയാണ്. യെരൂശലേം ദേവാലയം അതിൻ്റെ അടിസ്ഥാനം ഇളക്കി അതിനെ പൂർണ്ണമായി നശിപ്പിച്ചു കളഞ്ഞു ബാബിലോണിയർക്ക് ശേഷം മേദ്യ പേർഷ്യയുടെ കീഴിൽ വീണ്ടും അനേക വർഷങ്ങൾ. അതിനുശേഷം വീണ്ടും മേദ്യ പേർഷ്യയുടെ സമയത്ത് രണ്ടാം ദേവാലയം പണി കഴിപ്പിക്കുന്നു സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ. അതിനുശേഷം ഇനിയും വരാൻ പോകുന്ന സാമ്രാജ്യം, ഇപ്പം ബാബിലോണിയർ കഴിഞ്ഞു, മേദ്യ പേർഷ്യ കഴിഞ്ഞ് ഇനിയും വരുന്ന സാമ്രാജ്യമാണ് പരീശന്മാരുമായി ബന്ധപ്പെട്ട് ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ഗ്രീസ് സാമ്രാജ്യം. അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു മഹാരഥൻ, ലോകം അറിയപ്പെടുന്ന അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ ഒരു രാജാവായില്ലായിരുന്നു എങ്കിൽ അദ്ദേഹം ഒരു ഫിലോസഫറായിരുന്നു. അദ്ദേഹം ഒരു പുസ്തകങ്ങൾ ആഗ്രഹിക്കുന്ന, അറിവ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഗ്രീസിൻ്റെ ആ വലിയ സാമ്രാജ്യത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വരികയും ഗ്രീക്ക് സംസ്കാരം, ഗ്രീക്ക് ഭാഷ അതുൾപ്പെട്ട് നിൽക്കുന്ന എല്ലാ ദേശങ്ങളിലും പരത്തണമെന്ന് അദ്ദേഹത്തിന് വലിയ അതിയായ നിശ്ചയം താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹം ഏകദേശം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 32 വയസ്സിനുള്ളിൽ അദ്ദേഹം മരണപ്പെടുകയും അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ 4 സൈന്യാധിപന്മാർക്ക് ഗ്രീക്ക് വീതിച്ചു കൊടുക്കുകയാണ്. അതിൽ ഇസ്രയേലൊക്കെ ഉൾപ്പെടുന്ന സ്ഥലത്തിൻ്റെ നേതാവായിരുന്നു ആൻറ്റിയോക്കസ്. ഈ ആൻറ്റിയോക്കസിൻ്റെ സമയത്ത് ഇസ്രയേൽ ദേവാലയങ്ങളിലേക്ക് പന്നികളെ കൊണ്ടുവരാൻ തുടങ്ങി. ഇസ്രയേൽ ദേവാലയങ്ങളിലേക്ക് അവരുടെ ഭാഷ, പന്നികൾ, അങ്ങനെയുള്ള സംസ്കാരത്തിൻ്റെ വലിയ സ്വാധീനം ഓൾറെഡി അവരുടെ രാജ്യത്ത് വരികയും രാജ്യം ഒരു വലിയ കുഴിയിലേക്ക് നിബന്ധിക്കുന്ന തരത്തിലേക്ക് മാറ്റപ്പെടുകയൊക്കെ ഉണ്ടായി. എന്നാൽ യഹൂദനെ നമുക്കറിയാമല്ലോ, യഹൂദനൊരു സ്വഭാവമുണ്ട്. കർത്താവ് ഏലിയാവിനോട് പറഞ്ഞ പോലെ യഹൂദൻ നിലംപരിശാകുമെന്ന് ലോകത്തിന് തോന്നും, എന്നാൽ ഏലിയാവേ, നീ ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട്. അതാണ് യഹൂദൻ്റെ പ്രത്യേകത. ഒരു വലിയ സാമ്രാജ്യം, സംസ്കാരവും ഭാഷയുമായ രാജ്യത്തെ പരാജയപ്പെടുത്തുമ്പോൾ ദൈവം ഒരുക്കിയ ജനമുണ്ടായിരുന്നു അവിടെ. ആ ദേശത്ത് അവരുടെ സംസ്കാരത്തെ സംരക്ഷിക്കാനും ഭാഷയെ സംരക്ഷിക്കാനും ദൈവിക താല്പര്യങ്ങളെയും തോറയൊക്കെ സംരക്ഷിക്കാനായിട്ടുള്ള താല്പര്യമുള്ളവർ ഒരു വിത്ത് നാമ്പിടുന്ന പോലെ നാമ്പിട്ടിരുന്നു. അവരുടെ ദൈവിക താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ അതിനുവേണ്ടി വന്ന വ്യക്തികളിലെ ഒരു പരിണാമ ഫലമാണ് ഈ പരീശന്മാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എപ്പോഴും അവർ ന്യായപ്രമാണത്തെ വ്യാഖ്യാനിക്കുന്നവരായിരുന്നു. മോശ കൊടുത്ത ന്യായപ്രമാണം അതിൻ്റെ അതേ ഭാവത്തിൽ എല്ലാ കാലത്തും നിലനിർത്താതെ അതിനെ തൽമൂദ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു അവസ്ഥാന്തരമുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിനനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്, പ്രശ്നങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ തൽമൂദും മിസ്നയും ഒക്കെ കൈകാര്യം ചെയ്യുന്ന, വാമൊഴിയായി തോറയെ കൈകാര്യം ചെയ്യുന്ന ഒരു കൂട്ടരായി, ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പായി, സാധാരണപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ അതിശക്തമായ സ്വാധീനമുള്ള ഒരു ജനമായി പരീശന്മാരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇവരുടെ ഇടയിൽ ശക്തമായി നിലകൊള്ളുവാനായിട്ട് ഇടയിൽ തീർന്നു.
അതാണ് പരീശൻ. ദൈവിക താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനായി ഉയർന്നു വന്ന ഇസ്രയേലിലെ അതിശക്തമായ ഗ്രൂപ്പ്. യേശുക്രിസ്തു വിമർശിക്കുന്നുണ്ടെങ്കിലും നമ്മൾ മറക്കരുത്, പൗലോസ് ഒരു പരീശനായിരുന്നു. അനേകം ശക്തന്മാരായ ദൈവദാസന്മാർ പരീശന്മാരുടെ ഇടയിലുണ്ടായിരുന്നു. അവർ ദൈവത്തോട് എരിവുള്ളവരായിരുന്നു. അങ്ങനെ പോരാളികളായി കടന്നു വന്നവരാണ് പരീശൻ.